ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. സഹയാത്രികനെ മനുഷ്യത്വത്തിന്റെ കരുതലൊരുക്കിയ 22-കാരന് ആദരം. ബസ്സിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായ വയോധികനെ ആശുപത്രിയിലെത്തിക്കുവാൻ മറ്റ് യാത്രക്കാരും ബസ് ജീവനക്കാരും മടിച്ചപ്പോഴാണ് കർത്തവ്യം സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന് മാരാത്തുകുന്ന് നടത്തറ വീട്ടിൽ മുഹമ്മദ് അസ്ലാം മാതൃകയായത്. നന്ദിപ്പുലം കുമരഞ്ചിറ മഠം നാരായണന്റെ ജീവൻ രക്ഷിക്കാനായില്ലെങ്കിലും അസ്ലാമിന്റെ സത്കർമ്മത്തിന് നാരായണന്റെ ബന്ധുക്കൾ അസ്ലാമിന്റെ വീട്ടിലെത്തി തങ്ങളുടെ വലിയ സ്നേഹം പങ്കുവച്ചു. ഫെബ്രുവരി മാസം 25-ന് നടന്ന ഉത്രാളിപ്പൂരം ദിനത്തിലാണ് മനുഷ്യത്വത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉദാത്ത മാതൃകയായി മാരാത്തുകുന്ന് നടുത്തുറ വീട്ടിൽ 22 വയസ്സുള്ള മുഹമ്മദ് അസ്ലാം മാറിയത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഫുഡ് ടെക്നോളജിയിൽ 2ാം വർഷ വിദ്യാർത്ഥിയായ അസ്ലാം പരീക്ഷ കഴിഞ്ഞ് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ സഹയാത്രികൻ നന്ദിപ്പുലം കുമരഞ്ചിറ മഠം 63 വയസ്സുള്ള നാരായണന്റെ ജീവൻ രക്ഷിക്കാൻ അസ്ലാം നടത്തിയത് വലിയ പോരാട്ടമാണ്. ഉത്സവപ്രേമിയും നന്ദിപ്പുലം സ്വദേശിയുമായ എഞ്ചിനീയർ 63 വയസ്സുള്ള നാരായണൻ പൂരച്ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ വടക്കേച്ചിറ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയത്. അശ്വിനി ജംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും മുഖത്തിരുന്ന കണ്ണട നിലത്ത് വീണു. പാടൂക്കാട് എത്തിയപ്പോൾ ടിക്കറ്റ് നൽകുവാൻ കണ്ടക്ടർ തട്ടി വിളിച്ചു. എഴുന്നേൽക്കാതായപ്പോഴാണ് അപകടം മണത്തത്. യാത്രക്കാർ ചേർന്ന് ബസ്സിൽ നിന്നിറക്കി ആശുപത്രിയിലേക്ക് മാറ്റുവാൻ ആരുമില്ലാത്ത അവസ്ഥ. കൈവിടാതെ കരുതലായി അസ്ലാം നിലകൊണ്ടു. കിട്ടിയ ഓട്ടോറിക്ഷയിൽ പാട്ടുരക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയ്ക്കിടെ നാരായണൻ മരണത്തിന് കീഴടങ്ങി. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. മാരാത്തുകുന്ന് നടുത്തുറ അബ്ദുൽ ഷരീഫ് ഷാഹിറ ദമ്പതികളുടെ 3 മക്കളിൽ 2ാമനാണ് മുഹമ്മദ് അസ്ലാം. പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയാണ്. സത്യസന്ധതയുടെ വലിയ പ്രതീകം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ 22-കാരൻ. നാരായണന്റെ കയ്യിലുണ്ടായിരുന്ന തോൾ ബാഗിൽ നിറയെ പണമുണ്ടായിരുന്നു. 2 ATM കാർഡുകളും വിലപിടിപ്പുള്ള രേഖകളും തുടങ്ങിയവയും ബാഗിൽ ഉണ്ടായിരുന്നു. ഇത് തുറന്നു നോക്കുക പോലും ചെയ്യാതെയാണ് അസ്ലാം സുരക്ഷിതമായി ആശുപത്രിയിൽ ഏൽപ്പിച്ചത്. നിറയെ യാത്രക്കാരുള്ള ബസിന്റെ ട്രിപ്പ് മുടക്കുവാൻ ബസ് ജീവനക്കാർ തയ്യാറാകാതിരുന്നപ്പോഴാണ് വിദ്യാർത്ഥിയുടെ മഹത്തരമായ പ്രവർത്തനം. നാരായണന്റെ ബന്ധുക്കൾ അസ്ലാമിന്റെ വീട്ടിലെത്തി തങ്ങളുടെ വലിയ സ്നേഹം പങ്കുവച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, K നിർമ്മൽകുമാർ, M ജയകൃഷ്ണൻ, KP നന്ദകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ബസ് കയറി ഇരുന്നപ്പോൾ തന്നെ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നത് അത്യാവശ്യം ഫുള്ളാണ്. കൺസെഷൻ അല്ല, പുളിച്ചാരി കൊടുത്തിട്ട് വേഗം എത്താൻ വേണ്ടിയിട്ട് വരികയായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആളിങ്ങനെ കണ്ണടൊക്കെ നിലത്ത് വീണ് എടുക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്ന സീറ്റിൽ തന്നെ. അപ്പോൾ നിൽക്കുന്ന ചേട്ടനാണ് വന്നിട്ട് കണ്ണട വീണ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചു ആളെ. ആളെ വിളിച്ചപ്പോൾ സാധാരണ ഒരാൾ വിളിക്കുന്ന മാതിരി വിളിച്ചു. ആളെ എനിക്ക് കാണാനില്ല. എന്നിട്ട് അത്യാവശ്യം കൈയൊക്കെ ഒന്ന് പിടിച്ച് ഫോഴ്സ് ചെയ്ത് വിളിച്ചു. അപ്പോഴും എനിക്ക് കാണാനില്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിൽക്കണേ കണ്ടപ്പോൾ എന്ന് വെച്ചാൽ എന്താ എനിക്കകത്തേന്ന് വിചാരിച്ചു. പിന്നെ ഉറക്കത്തിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിളിച്ചില്ലെങ്കിൽ. ഇപ്പോൾ ആൾ ഉറക്കത്തിലാണെങ്കിൽ വിളിച്ചിട്ട് ആളിനെ നമ്മൾ ചൂടായാലും വിചാരിച്ചിട്ട് നമ്മൾ വിളിച്ചില്ല. അതിൻ്റെ എന്നാലും കണ്ടക്ടർ വരുമല്ലോ. ആൾ വന്നു. ഒരു 10:45 കഴിഞ്ഞിട്ടുണ്ടാവും, 11:45 കഴിഞ്ഞിട്ടുണ്ടാവും. 11:50 ടൈം ആയപ്പോഴാണ് വിയൂര് പാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് വന്ന് വിളിക്കുന്നത്. വന്ന് വിളിച്ചിട്ടും എനിക്ക് കാണാനില്ല. അപ്പോൾ ആള് വേഗം വന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു നോക്കി. അത്യാവശ്യം എല്ലാവരും കൂടി വിളിച്ചു നോക്കി, എനിക്ക് കാണാനില്ല. അപ്പോൾ വെള്ളം വന്ന് ഒഴിച്ചു നോക്കിയപ്പോഴും കാണാനില്ല. പിന്നെ ആൾ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം വേറെ ആൾക്കാർ വന്ന് മെഡിക്കൽ കോളേജിൽ പോകണ്ട, അത്രയും ദൂരം പോകാളല്ലേ, നമുക്ക് വിയൂര് ഇവിടെ ആക്കാമെന്ന് പറഞ്ഞു ദയയിൽ. അപ്പോൾ പറഞ്ഞു ആരെങ്കിലും ഇറങ്ങി വെച്ചെങ്കിൽ ഇവിടെ ആക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങാം, ഇറക്കി തന്നാൽ മതി പറഞ്ഞിട്ട് ഞാനും വേറെ 2-3 ചേട്ടന്മാരെ കൂട്ടിയിട്ട് ഇറക്കി പാടൂക്കാടിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ ദയക്ക് വന്നു. അവിടെ എത്തി അവിടെ ആക്കി. പിന്നെ കാര്യം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നിന്നപ്പോഴാണ് അപ്പോൾ തന്നെ പറഞ്ഞു ആൾ ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആരെങ്കിലും വരെ വെച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, കസിൻ ആരെന്ന് പറഞ്ഞിട്ട്. ആളെ കണ്ടിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിൽ പോകുന്നത്. VCV ന്യൂസ് മാരാത്തുകുന്ന്. You are watching VCV News.